ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന അവർ ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. ആദ്യം അവരെ ബ്രിട്ടനിലാണ് പോകാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ബ്രിട്ടൻ അവർക്ക് അഭയം നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയിൽ അവരെ അഭയം കണ്ടെത്തിയെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവർ എന്തുകൊണ്ട് ഇന്ത്യയിൽ അഭയം കണ്ടെത്തിയതും ഇന്ത്യയാണ് അവർക്ക് സുരക്ഷിതമെന്ന് തോന്നുകയും ചെയ്യാനുണ്ടായ ഭൗതിക രാഷ്ട്രീയ സാഹചര്യം അത് വിലയിരുത്തപ്പെടേണ്ടതാണ്. എത്രത്തോളം ഹിന്ദു വർഗീയത ആരോപിച്ചാലും ഒരു മുസ്ലിം രാഷ്ട്രത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന പ്രധാനമന്ത്രിക്ക് ലോകത്ത് നിരവധി 2 ഡസനിലോളം മുസ്ലിം രാഷ്ട്രങ്ങൾ ഉണ്ടായിട്ടും അവിടെയൊന്നും അവർക്ക് അഭയം തേടാൻ വിശ്വാസമുണ്ടായില്ല. ഇന്ത്യയിലാണ് അവർക്ക് തേടാനുള്ള വിശ്വാസമുണ്ടായത്. അങ്ങനെയാണ് അട്ടിമറിയുടെ ഭാഗമായ സൈന്യം അവർക്ക് 45 മിനിറ്റ് സമയം മാത്രം അനുവദിക്കുകയും ഈ 45 മിനിറ്റിനകം രക്ഷപ്പെട്ടോളണം എന്ന അന്ത്യശാസനം നൽകുകയും ചെയ്തു. അങ്ങനെയാണ് വ്യോമസേനയുടെ വിമാനത്തിൽ അവർ ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഇന്ത്യ അവർക്ക് സർവ്വവിധ സംരക്ഷണവും നൽകി. അവർക്കും അവരെ കൂടെ ഉണ്ടായിരുന്ന സഹോദരിക്കും. അവർ ഇപ്പോഴും ഇന്ത്യയിൽ കഴിയുന്നു. അവർ കഴിയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോഴും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. അത് രാഷ്ട്രീയപരമായ കാര്യങ്ങളാൽ ആ രഹസ്യം സൂക്ഷിക്കേണ്ടത് രാഷ്ട്രീയത്തിന്റെ ആവശ്യമായതുകൊണ്ട് ഇപ്പോഴും ആ സ്ഥലം രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നു. ഇത് പറയുമ്പോൾ ബംഗ്ലാദേശ് ഉണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. കിഴക്കൻ പാകിസ്ഥാൻ എന്നും പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നും അറിയപ്പെട്ടുന്ന രാജ്യം, ആ രാജ്യത്തിന്റെ ഒരു ഭാഗം, ആ 2 രാജ്യങ്ങളും അടക്കി ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരി അവിടെ നിന്നാണ് ഒരു ആഭ്യന്തര കലാപം ഉണ്ടാവുകയും മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിലുണ്ടായ ആഭ്യന്തര കലാപം, ആ കലാപത്തിൽ നിന്നാണ് ബംഗ്ലാദേശിന്റെ ജനനം. അന്ന് ആ കലാപത്തിൽ മുജീബ് റഹ്മാനെ സഹായിച്ചത് സൈന്യവും അർത്ഥവും നൽകി സഹായിച്ചത് ഇന്ത്യയാണ്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയായിരുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് പല ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും അന്ന് മുജീബ് റഹ്മാനെയും കൂട്ടരെയും സഹായിച്ചതും ആ രാജ്യത്തെ ഒരു പ്രത്യേക രാഷ്ട്രമായി ഉയർത്തിക്കൊണ്ടുവരികയും ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തതിന്റെ പിന്നിൽ ഇന്ത്യയായിരുന്നു. വേണമായിരുന്നുവെങ്കിൽ അന്ന് ബംഗ്ലാദേശിന്റെ ഇന്ത്യയുടെ ഭാഗമാക്കാമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഇന്ത്യൻ ഭരണാധികാരികൾ അതിന് തയ്യാറായില്ല. അവർക്ക് അവരുടെ രാജ്യം, അവരുടെ ഭരണാധികാരി ആ ഒരു തത്വം അംഗീകരിച്ചുകൊണ്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാക്കുകയും ആ രാഷ്ട്രത്തിന്റെ തലവനായി, ആ രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായി മുജീബ് റഹ്മാനെ അവരോധിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച രാഷ്ട്രമാണ് ഇന്ത്യ. പ്രത്യേകിച്ചും അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി. അന്ന് പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നതിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വളരെയധികം വിമർശനങ്ങൾ ഉണ്ടായി. അതൊന്നും വകവയ്ക്കാതെയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയും അവർ നേതൃത്വം കൊടുക്കുന്ന സർക്കാരും ആ ആഭ്യന്തര കലാപം നടക്കുന്ന പാകിസ്ഥാനെ സ്വതന്ത്രമാക്കുകയും ബംഗ്ലാദേശ് എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുകയും മുജീബ് റഹ്മാനെ അതിന്റെ തലവനായി, മേധാവിയായി, അതിന്റെ പ്രധാനമന്ത്രിയായി അവരോധിക്കുന്നത് വരെ ഇന്ത്യയുടെ പൂർണ്ണമായ പിന്തുണയിലും നിയന്ത്രണത്തിലുമായിരുന്നു ബംഗ്ലാദേശ്. ആ മുജീബ് റഹ്മാൻ
കൊല്ലപ്പെട്ടു. 1975 അദ്ദേഹം കൊല്ലപ്പെട്ടു. വിഘടനവാദികൾ അദ്ദേഹത്തെ വധിച്ചു. അന്ന് അദ്ദേഹത്തിന്റെ മകൾ ഷേഖ് ഹസീനയെയും കുടുംബത്തിനും അഭയം നൽകിയതാണ് ഇന്ത്യയാണ്. അന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അവർ ഏകദേശം 6 വർഷത്തോളം 1981 വരെ അവർ ഇന്ത്യയിലാണ് താമസിച്ചത്. ഇന്ത്യയിൽ താമസിച്ചുകൊണ്ടാണ് അവർ ബംഗ്ലാദേശ് വിഘടനവാദികളിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ സ്വരുക്കൂട്ടിയെടുത്തതും അതിനുവേണ്ടി രാഷ്ട്രീയപരമായ ഏകോപിപ്പുകൾ ഉണ്ടാക്കിയെടുത്തതും അവർ ഇന്ത്യയിൽ താമസിച്ചുകൊണ്ടാണ്. ആ ഒരു ചരിത്രം ബംഗ്ലാദേശിനുണ്ട്, ഷേഖ് ഹസീനയ്ക്കുണ്ട്. അങ്ങനെ ഷേഖ് ഹസീന ഇന്ത്യയുടെ പ്രധാന മുജീബ് റഹ്മാന് ശേഷം അവർ ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് തന്നെ അവർ വിഘടനവാദികളിൽ നിന്നും ബംഗ്ലാദേശിനെ മോചിപ്പിച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായി അവർ സത്യപ്രതിജ്ഞ ചെയ്തു. ഏകദേശം 15 വർഷത്തോളം അത് നീണ്ടു നിന്നു. എന്നാൽ അവർ അവസാന കാലഘട്ടത്തിൽ ഒരു ഏകാധിപതിയെ പോലെ, ഒരു സ്വേച്ഛാധിപതിയെ പോലെ പെരുമാറി എന്നാണ് ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പറയുന്നത്. അത് ശരിയോ തെറ്റോ ആയിക്കൊള്ളട്ടെ, എന്തായാലും അവർ തന്നെയാണ് അവരുടെ ശത്രുക്കളെ ഉണ്ടാക്കിയെടുത്തത്. അവിടെ ഒരു സമ്മേളനത്തിന്റെ പേരിലാണ് അത് അതിന്റെ ആരംഭം കുറിച്ചതെങ്കിലും അത് ഒരു ആഭ്യന്തര കലാപമായി ബംഗ്ലാദേശിൽ നടന്നു വരികയും അതിൽ പങ്കെടുത്തവരിൽ ബഹുഭൂരിപക്ഷം പേരും 90% പേരും വിദ്യാർത്ഥികളും യുവജനങ്ങളുമായിരുന്നു. ആ വിദ്യാർത്ഥികളും യുവജനങ്ങളും പങ്കെടുത്ത ആ കലാപത്തിൽ നിന്ന് പലപ്പോഴും ആ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടിയും കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയും ഷേഖ് ഹസീനയും അവരുടെ പാർട്ടിയും ശ്രമിച്ചിരുന്നുവെങ്കിൽ അത് വളരെ കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയായിരുന്ന സാഹചര്യത്തിലാണ് സൈന്യം ഇടപെടുകയും ആ സൈന്യം 45 മിനിറ്റ് സമയം, 3/4 മണിക്കൂർ സമയം ഷേഖ് ഹസീനയ്ക്ക് അവിടെ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള സമയം അനുവദിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് വ്യോമയാനയുടെ ഒരു വിമാനത്തിൽ അവർ ഇന്ത്യയിലേക്ക് പറഞ്ഞത്. ഇന്ത്യ അവർക്ക് അഭയം നൽകി, സംരക്ഷണം നൽകി. ഇന്നും അവർ ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിൽ കഴിയുന്നു. ഇത് പറയുമ്പോൾ ബംഗ്ലാദേശായാലും പാകിസ്ഥാനായാലും അതുപോലുള്ള രാഷ്ട്രങ്ങളായാലും അവിടെയെല്ലാം രാഷ്ട്രത്തലവന്മാരെ വധിക്കപ്പെടുകയും അല്ലെങ്കിൽ സൈന്യം ഭരണകക്ഷിക്ക് സർക്കാരിനെതിരെ തിരികുകയും സർക്കാരിനെ അട്ടിമറിക്കുകയും ആ സർക്കാരിന്റെ തലവനെ വധിച്ചുകൊണ്ട് പട്ടാള ഭരണാധികാരം ഏറ്റെടുക്കുകയും ചെയ്ത ചരിത്രം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗം എന്നോണം പറയാം സുൽഫർ അലി ഖാൻ ഭൂട്ടയെ തൂക്കിക്കൊന്നത്. സിയാർ ഹുക്ക് എന്ന ഭരണാധികാരി ലോകത്തുള്ള ബഹുഭൂരിപക്ഷ രാഷ്ട്രങ്ങളും ഭൂട്ടയെ തൂക്കിക്കൊല്ലരുതെന്ന് അഭ്യർത്ഥിച്ചിട്ടും ഇന്ത്യ പലവട്ടം അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി പല പ്രാവശ്യവും സുൽഫർ അലി ഖാൻ ഭൂട്ടയെ തൂക്കിക്കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അഭ്യർത്ഥിച്ചിട്ടുണ്ട്, അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തെ നേരം വെളുക്കുന്നതിന് മുമ്പ്, നേരം പുലരുന്നതിന് തൊട്ട് മുമ്പ് പാകിസ്ഥാൻ ഭരണകൂടം തൂക്കിലേറ്റുകയാണ് ചെയ്തത്. അദ്ദേഹം എഴുതിയ ഇഫ് ഐ ആം അസാസിനേറ്റഡ് എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ലോക രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ പുസ്തകം പാകിസ്ഥാൻ നിരോധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കൂലനിഷമായ അന്തരീക്ഷത്തിൽ ബംഗ്ലാദേശ് ഇന്നും കലങ്ങി മറിയുകയാണ്. അവിടെ 100 കണക്കിന് സിവിലിയന്മാർ, സാധാരണക്കാർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തെരുവ് യുദ്ധം നടക്കുന്നു. ആ തെരുവ് യുദ്ധത്തിൽ നിന്ന് കൊല്ലപ്പെടുമെന്നുള്ള, താനും തന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെടുമെന്നുള്ള സംശയത്തിന്റെ നിഴലിലാണ് ഷേഖ് ഹസീനയും കുടുംബവും
ഇന്ത്യയിൽ അഭയം തേടി, പ്രത്യേകിച്ച് അവരുടെ ഒരു സഹോദരി ഒരുമിച്ചാണ് അവർ വന്നിരിക്കുന്നത്. അവർക്ക് ഇന്ത്യ സുരക്ഷിതത്വം നൽകിയിരിക്കുന്നു. അത് എടുത്തു പറയേണ്ടുന്ന, അടിവരയിട്ട് പറയേണ്ടുന്ന, ലോക ചരിത്രത്തിൽ അടിവരയിട്ട് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അവർക്ക് ആ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയ്ക്കും സഹോദരിക്കും ഇന്ത്യ അഭയം നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അവരുടെ പിതാവ് മുജീബുർ റഹ്മാൻ കൊല്ലപ്പെട്ടതിന് ശേഷം അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും അഭയം, ലോകത്ത് ഒരു രാഷ്ട്രത്തും അഭയം ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ, സുരക്ഷിതമല്ലാതിരുന്ന സാഹചര്യത്തിൽ അന്ന് ഇന്ത്യ അഭയം നൽകി. അന്ന് ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം മുജീബുർ റഹ്മാന്റെ മകൾ ഷേഖ് ഹസീനെ അവിടെ നിന്നും ഓടിച്ചപ്പോൾ അവർക്ക് അഭയം നൽകിയതും ഇന്ത്യയാണ്. ആ ഇന്ത്യയുടെ വിശാല മനസ്സിനെ, മതേതരത്വത്തെ ഇവിടെ നമിച്ചേ പറ്റൂ, അംഗീകരിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രതികരണം ഇവിടെ പൂർത്തിയാക്കുകയാണ്. നന്ദി, നമസ്കാരം.